ഹലോ ഗൈസ്, എൻ്റെ വീട് എവിടെയാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ വീട് വൈപ്പിനാണ്, വൈപ്പിൻ കുഴിപ്പള്ളിയിലാണ്. എൻ്റെ വീടാണ് ഈ കാണുന്നത്. ഇത് നിൽക്കുന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ അച്ഛനാണ് അവിടെ ഇരുന്ന് വലയൊക്കെ കെട്ടണത്. ഞാൻ ഇങ്ങനെയുള്ളൊരു ചുറ്റുപാടിൽ നിന്ന് വന്നേക്കുന്ന ആളാണ്. ഇന്ന് നിങ്ങൾക്കറിയില്ല, ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ വീടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഞാൻ എൻ്റെ പിള്ളേർ സ്കൂളിൽ പഠിക്കുന്നതിൻ്റെ അവിടെ തന്നെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. പിന്നെ ഞാൻ എടപ്പള്ളിയിലായിരുന്നപ്പോൾ ഹോസ്റ്റലിൻ്റെ അവിടെ തന്നെയായിരുന്നു. ഹോസ്റ്റൽ ഉണ്ടാകുന്ന സമയത്ത് ഹോസ്റ്റലിൽ തന്നെയായിരുന്നു. വെക്കേഷനാണ് ഇങ്ങോട്ട് വരാറുണ്ടായത്. ഇപ്പം ഞാനിങ്ങനെ ഈ വീടും സ്ഥലമൊക്കെ കാണിക്കണതിൻ്റെ കാര്യം, ഞങ്ങളുടെ വീട് ജപ്റ്റിയായി ഗൈസ്. ഞങ്ങളുടെ ഈ വീട് ജപ്റ്റി ചെയ്യാൻ പോവുകയാണ്. അപ്പം എൻ്റെ വീട് ജപ്റ്റി ചെയ്യാൻ പോവുകയാണ്. നമ്മൾ കേരള സംസ്ഥാന, അതായത് സഹകരണ ബാങ്കിൽ നിന്നാണ് നമ്മൾ ലോൺ എടുത്തേക്കുന്നത്. സഹകരണ ബാങ്കിൽ നിന്നാണ് നമ്മൾ ലോൺ എടുത്തത്. ഇപ്പം 5-6 വർഷത്തിൽ കൂടുതലായി ലോൺ എടുത്തിട്ട്. അമ്മ പൈസയൊക്കെ അടച്ചുകൊണ്ടിരുന്നതാണ്. പൈസയൊക്കെ അടച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ ലോൺ മുഴുവൻ പലിശയുടെ കൂട്ടുപലിശയായിട്ട് അവർ കളഞ്ഞ്. എനിക്ക് അത് കാരണം ഇനിയിപ്പോൾ വേറെ ഇനിയിപ്പോൾ ഒരാൾ സഹായിക്കാനില്ലല്ലോ. ഞാൻ എൻ്റെ കിഡ്നിയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഞാൻ അതിന് വേണ്ടിയിട്ട് ആശുപത്രിയിലൊക്കെ പോയിരുന്നു. അപ്പോൾ പിന്നെയും ഞാൻ അങ്ങനെ വന്നു കഴിഞ്ഞ് പിന്നെയും ഞാനൊരു രോഗിയായിപ്പോയി. അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. അപ്പം സഹായിക്കാൻ പറ്റുമെങ്കിൽ എന്നെ സഹായിക്കും. അന്ന് തുടങ്ങി 2017 കണ്ട് എടുത്തതാണ്. ഇത്ര വർഷങ്ങളായിട്ടും അടച്ചതിൻ്റെ പലിശയും കൂട്ടുപലിശയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക. ഇത്രയും പൈസ സഹായിക്കാനില്ല. ഇപ്പോൾ ടോട്ടൽ 6 ലക്ഷം രൂപ കണ്ടും ബാങ്കിൽ വന്നേക്കുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അത്ര പൈസ എടുത്ത് അടയ്ക്കാനൊന്നുമില്ല. എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഒരു മൂത്ത മോളും കൂടി ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഒരു നിവൃത്തിയില്ല. ഈ സാധനം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഞാൻ ഈ വെക്കേഷൻ ആകുമ്പോഴേക്കും സ്കൂളിൽ നിന്ന് മാറ്റിയിട്ട് ഇങ്ങോട്ട് വരാമെന്നൊക്കെ വിചാരിച്ചതാണ്. ഇപ്പം ജിപ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ ഈ ജപ്റ്റിയുടെ ഇതിന് വേണ്ടിയിട്ട് ബോച്ചേന ബോബി ചെമ്മണ്ടൂറിനെ കാണാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചായിരുന്നു. പക്ഷേ എന്ന് ഞങ്ങൾക്ക് നമ്പറൊക്കെ ഞങ്ങൾ കൊടുത്തിട്ട് പോകുന്നായിരുന്നു. പക്ഷേ ഒന്നും റെസ്പോണ്ട് ചെയ്തില്ല പുള്ളിക്കാരൻ. എനിക്കറിയില്ല. ഞങ്ങൾ അവരുടെ ഷാപ്പുണ്ട് ഞാറക്കയിൽ, അവിടെ പോയിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ബോബി ചെമ്മണ്ണൂറിനെ ബോച്ചനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ. നമ്പറൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും നടപടിയൊന്നും കണ്ടില്ലായിരുന്നു. ഇനി എന്നെ കാണുന്ന ആൾക്കാർ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന്, നല്ല മനസ്സുള്ള ആൾക്കാർ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഇനി ഈ പൈസ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയ കാര്യമില്ല. ഇത്ര രൂപ 6 ലക്ഷം രൂപയെന്നൊന്നും ഞങ്ങളെ കൊണ്ട് നടക്കുന്ന കാര്യമില്ല. നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാം ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.